സുഹൃത്തുക്കളെ, നിലമ്പൂർ MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് അത് വൈകാരികമായി പ്രതിഷേധിക്കേണ്ട വിഷയമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വൈകാരികമായി പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയ പ്രതികളുടെ ആളുകളുടെ പ്രദേശങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചില ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. അവരൊന്നുകിൽ അർബൻ നക്സലേറ്റുകളാണ്, അതല്ലെങ്കിൽ അവർ മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകരാണ് എന്ന കാര്യമാണ് മനസ്സിലാവുന്നത്. ആ കൂട്ടത്തിൽ CPMന്റെ പ്രവർത്തകരില്ല, ബാക്കിയുള്ളവരില്ല എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഈ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികൾ: 1 പട്ടാമ്പി വരമംഗലത്ത് മുസ്തഫ 31 വയസ്സ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന ഞാൻ ടെക്സ്റ്റിനും കൊടുക്കുന്നുണ്ട്. പട്ടാമ്പി വരമംഗലത്ത് മുസ്തഫ 31 വയസ്സ്. വയനാട് പനമരം പള്ളിയാൻ ഷൗക്കത്ത് 37 വയസ്സ്. ചുങ്കത്തറ പള്ളിക്കുത്ത് പുന്നപ്പാല സുധീർ 49 വയസ്സ്. ഓക്കെ, സുധീറിന് അവിടെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും, പള്ളിക്കുത്തുനിന്ന് കരലായിലേക്ക്, അതിൽ യാതൊരു സംശയമില്ല. വളാഞ്ചേരി വെട്ടിച്ചിറ തുമ്പിൽ കുഞ്ഞു മുഹമ്മദ് 34 വയസ്സ്. എല്ലാവരും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിന് പുറമെ ഒരാൾ വയനാട്ടിൽ, ഒരാൾ പാലക്കാട് ജില്ലയിൽ നിന്ന്, ഒരാൾ വളാഞ്ചേരിയിൽ നിന്ന്, ഒരുപാട് ദൂരെ നിന്നും ഒക്കെ ആ സമയത്ത് കൃത്യസമയത്ത് അവിടെ എത്തി പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അസ്വാഭാവികതയുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ ദയവായി എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയയ്ക്കുക. ആ വിവരം തരുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. 100% നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ആ പ്രദേശത്തുള്ളവർ, അറിയുന്നവർ, അവരുടെ പേരുകൾ ഒരു കാരണവശാലും പുറത്തേക്ക് വിടില്ല. അത് എൻ്റെ നമ്പർ 79 94 930 683. ഒരിക്കൽ കൂടി പറയാം, 79 94 930 683. ഈ വിഷയത്തിൽ നിങ്ങളുടെ ഗൗരവമായ ഒരു ശ്രദ്ധയുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ, വലിയ ഫണ്ടിങ് നടക്കുന്നുണ്ട് എന്നൊക്കെ സംശയിക്കപ്പെടുന്നുണ്ട്. ഈ സ്വർണം പൊട്ടിക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അൻവർ തന്നെ ആരോപണം ഉന്നയിച്ചെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങളും കളികളും എത്രത്തോളം അപകടകരമാണ് എന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒന്നുകിൽ അർബൻ നക്സലേറ്റുകൾ, അതല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. CPMന്റെയോ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ പ്രവർത്തകരാരും BJPയുടെ പ്രവർത്തകരാരും ഇതിൽ പെട്ടിട്ടില്ല. പ്രത്യേകിച്ചും ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിലുള്ളത് എന്നുള്ളതുകൊണ്ട് ഇത് ഗൗരവമായി എടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പിണറായി വിജയന്റെ അനുഭാവിയല്ല, പിണറായി വിജയനെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ആളാണ്. അക്കാര്യത്തിലൊക്കെ അൻവറിന്റെ കൂടെ നിന്നു. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് വളരെ അപകടകരമാണ്. അത് കഴിഞ്ഞ തവണ ഷാജിൻ സ്കറിയായിട്ട് പ്രസിഡന്റായപ്പോൾ പോലും അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ വന്ന കമന്റുകൾക്കകത്ത് വർഗീയതയുടെ വലിയ ലാഞ്ചനയുണ്ടായിരുന്നു. അത് അതാത് സമയത്ത് തന്നെ ഞാൻ അൻവറിന്റെ സുഹൃത്തുക്കളെയും അൻവറിനെയും ഞാൻ അറിയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡേഞ്ചർ സോണിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. വിവരങ്ങൾ അറിയുന്നവർ പങ്കുവെക്കണം എന്ന് വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.